കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പഴയന്നൂർ വെറ്റിനറി ആശുപത്രി വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഹൈബ്രിഡ് സോളാർ പ്ലാന്റ് യാഥാർത്ഥ്യമായി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ഹോസ്പിറ്റൽ വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 8,36,000 രൂപ വിനിയോഗിച്ചാണ് ആശുപത്രിയിൽ ഹൈബ്രിഡ് സോളാർ പവർ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ സോളാർ പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടില് മഴക്കാലമായാൽ കറണ്ട് ലഭ്യത നമുക്ക് അടുത്ത് തന്നെ സബ്സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിലും ഇടവിട്ട് കറണ്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ്. വേനൽക്കാലത്ത് പിന്നെ പറയേണ്ട, കാറ്റാണെങ്കിൽ ഓരോ കാലത്തും നമുക്ക് കറണ്ടിൻ്റെ ലഭ്യത വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ പഴയ കാലം പോലെയല്ല, നമ്മൾ പേപ്പർലെസ് യുഗത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടലാസിലല്ല ഒന്നും എഴുതി കൊണ്ടുപോകുന്നത്, ഒക്കെ നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിൽ കമ്പ്യൂട്ടറൈസ്ഡാണ്. നമ്മുടെ ആശുപത്രിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡാണ്. ഓൺലൈനിലാണ് എല്ലാ പരാതികളും സ്വീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യേണ്ട സ്ഥിതി വരുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടാതെ വരികയാണ്. അപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ ഒരാൾക്കൊരു ഡോക്ടറിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ കറണ്ട് ഇല്ലെങ്കിൽ അത് ആ ദിവസം ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ എത്തിക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം ആ ആളുടെ ഒരു ജീവിതം വഴിമുട്ടി പോകുന്ന സ്ഥിതിവിശേഷം നമുക്ക് ഒട്ടനവധി കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതിന് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഹൈബ്രിഡ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു. വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം C ശ്രീകുമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ C രതീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പഴയന്നൂർ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ L സ്മിഷ പദ്ധതി വിശദീകരണം നടത്തി. CCV ന്യൂസ്, പഴയന്നൂർ.